ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുത കഥ അറിയാമോ? ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രം ഒരു വലിയ വെള്ളപ്പൊക്കം നേരിടാനിടയായി. പുഴയെല്ലാം കര കവിഞ്ഞൊഴുകി ശ്രീകോവിലിനകത്തുവരെ വെള്ളം കുതിച്ചെത്തി. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം വെള്ളത്തിൽ മുങ്ങിപ്പോവുമോ എന്നാശങ്കപ്പെട്ട് പൂജാരിമാർ എല്ലാവരും മനസ്സുരുകി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു. സമയം കഴിയും തോറും വെള്ളം ഉയർന്നുയർന്നു വന്നു. എല്ലാവരും നോക്കി നിൽക്കെ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം തനിയെ മുകളിലേക്ക് പൊങ്ങുകയും ജലനിരപ്പിനു മുകളിൽ നിൽക്കുകയും ചെയ്തു. ഭാരമേറിയ ആ വിഗ്രഹം ജലനിരപ്പിനു മുകളിൽ തനിയെ പൊങ്ങി വന്ന് നിൽക്കുന്നത് കണ്ട് ഭക്തജനങ്ങൾ എല്ലാവരും ഇതെല്ലാം ഗുരുവായൂരപ്പന്റെ ലീലകളാണെന്ന് വിശ്വസിച്ചു. ഭഗവാൻ സ്വയം തന്റെ ദൈവിക രൂപം സംരക്ഷിച്ചതാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. വെള്ളപ്പൊക്കത്തിനു ശേഷം പൂജാരിമാർ വിഗ്രഹത്തെ പഴയ സ്ഥാനത്തേക്ക് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ വിഗ്രഹം അനക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവിടെ സന്നിഹിതനായിരുന്ന ഒരു മഹർഷി ഇത് ദൈവഹിതമാണെന്നും ഭഗവാൻ തന്റെ സ്ഥാനം സ്വയം തിരഞ്ഞെടുത്തതാണെന്നും നമ്മൾ അത് ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നും മാറ്റാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇന്നും ഗുരുവായൂരപ്പ വിഗ്രഹം തറയേക്കാൾ അല്പം ഉയരത്തിൽ തന്നെ കുടികൊള്ളുന്നു. ഈ അത്ഭുതത്തിന് സാക്ഷ്യമായി ക്ഷേത്ര ചുവരിൽ ഇന്നും വെള്ളപ്പൊക്കത്തിന്റെ പാടുകൾ കാണാൻ കഴിയുമത്രേ. മനസ്സറിഞ്ഞു വിളിച്ചാൽ കണ്ണു തുറക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ മായകളാണ് എല്ലാം.